ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ലുക്കാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ലുക്ക്. ഓക്കെ, ഒരു ട്രഡീഷണൽ ലുക്ക് എന്നൊക്കെ വേണമെങ്കിലും പറയാം. കണ്ണൊക്കെ എഴുതിയിട്ടുള്ളൊരു ലുക്കായുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ മസ്റ്റാണ്. എല്ലാവരും സൺസ്ക്രീൻ ദിവസേന ഇടാൻ ശ്രമിക്കുക. ഒരു 4 to 5 hours നമ്മൾ പുറത്താണെങ്കിൽ റീഅപ്ലൈ ചെയ്യാനും മറക്കരുത്. ഇതൊരു മസ്റ്റായിട്ടുള്ളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് കേട്ടോ. നമുക്ക് സൺസ്ക്രീൻ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഫേസിന് ഇഷ്ടം പോലെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ പൈസ ചിലവാക്കുന്നത് സൺസ്ക്രീൻ ചിലവാക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മുടെ സ്കിന്നിന് അത്രയും ഗുണം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാനിവിടെ ഒരു സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രോപ്പ് ക്രീം എനിക്ക് ഭയങ്കരമായിട്ടും മേക്കപ്പിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് തരുന്നൊരു സാധനമായിട്ട് തോന്നി. എനിക്ക് നല്ലൊരു ഗ്ലോ തരുന്ന സാധനമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിപ്പം എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ട്രോപ്പ് ക്രീം ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രോപ്പ് ക്രീം ഇട്ട്, ഇത് വലിയ റേറ്റുള്ള സാധനമൊന്നുമല്ല, കുറഞ്ഞൊരു സാധനം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്ട്രോപ്പ് ക്രീം ഇട്ടു. അതിന് ശേഷം കോമ്പാക്റ്റ് വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നു. വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. അതിന് ശേഷം ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഐബ്രോ പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിലും ഐബ്രോ പൗഡർ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷ് തരുന്ന കണക്കാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വരച്ച കണക്കോ അങ്ങനൊന്നും തോന്നത്തില്ല. ജസ്റ്റ് ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു ഡെഫിനിഷൻ കിട്ടിയ കണക്കാണ് തോന്നുന്നത്. എനിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ല രീതി നമ്മുടെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ബ്രഷ് കൊണ്ടിട്ട്. അതിന് ശേഷം സ്പൂളി ബ്രഷ് വെച്ചിട്ടൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എല്ലായിടത്തും ഈവൻലി നമ്മുടെ പ്രൊഡക്റ്റ് ഫില്ലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ കണ്ണൊക്കെ എഴുതിയിട്ടുള്ളൊരു ലുക്കാണെന്ന്. ഇവിടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് താഴെയും മുകളിലുമൊക്കെ എഴുതുന്നൊരു ലുക്കുണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെയും ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കാജൽ വെച്ചിട്ട് ഔട്ടർ കോർണറിൽ വെച്ചിട്ട് കട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ കണ്ണിൻ്റെ ചെയ്യുന്നത്. ഐഷോയുടെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഒരു കാജൽ വെച്ചിട്ട് താഴെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടൈറ്റ് ലൈനും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ഐലൈനർ പണ്ട് നമുക്കൊരു ഹരമായിരുന്നല്ലോ. ഇപ്പോഴേ ഉള്ളൂ ഐലൈനറൊക്കെ ഇടാനായിട്ട് അങ്ങ് ഭയങ്കര മടുപ്പൊക്കെ. പക്ഷേ പണ്ട് നമുക്ക് എന്നും പ്രിയമുള്ളൊരു സാധനമായിരുന്നു നമ്മുടെ ഐലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഐലൈനർ ഞാൻ താഴെ കാജൽ എഴുതി കണക്ക് തന്നെ മുകളിൽ ഔട്ടർ കോർണറിൽ മാത്രം ഇങ്ങനെയൊന്ന് നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കണ്ണൊന്ന് വിടർന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതി കൊടുത്തത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചിലവില്ല. അപ്പോൾ ഈ കാണുന്നവരെൻ്റെ വീഡിയോസ് അല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ലൈക്കും ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വീഡിയോ അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണുകയും ചെയ്യണം കേട്ടോ. അപ്പം അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ചെയ്യുന്നത് ഔട്ടർ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ഇടുന്നുണ്ട്. ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന കോർണറിൽ ഒരു പിങ്ക് ഷെയ്ഡുമാണ് ഇടുന്നത്. ലിപ്സ്റ്റിക്ക് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നി. പിന്നെ അതുപോലെ ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രഡീഷണൽ ലുക്കിന് പൊട്ടില്ലാതെ എന്ത് ആഘോഷം അല്ലേ. ഞാൻ ഒരു കറുത്ത പൊട്ടും വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ് ഒരു അനാർക്കലി മോഡലൊരു ടോപ്പായിരുന്നു. പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു കമ്മലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കുറച്ച് തരിയുടെ അല്ല, എൻ്റെ കുറച്ച് പാഷൻ ഷോയാണ്. ഓക്കെ, മുടി ഞാനൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം.